നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്, ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, ഒപ്പം വിവിധ എംബസികളിലുമായാണ് പ്രധാനമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ദുബായ് കോൺസുലേറ്റിൽ നടന്ന ആഘോഷത്തിൽ കോൺസുൽ ജനറൽ ഡോക്ടർ എം.ഡി. വിഷ്ണുവർദ്ധൻ റെഡ്ഡി പതാക ഉയർത്തി. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയും രാജ്യത്തിന്റെ പൈതൃകത്തെയും കോൺസുൽ ജനറൽ സ്മരിച്ചു. We have heard in this morning, after unfurling of the tricolor, the President's address, which clearly shows the aspirations of all Indians to be on the path and achieve the goal of Viksit Bharat. We are in an Amrit Kal, and it is important for all of us, whether we live in India or abroad. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ദീപക് മിത്തൽ പതാക ഉയർത്തി. സൗദിയിലും വർണ്ണാഭമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ആഘോഷങ്ങൾക്ക് അംബാസഡർ വിപുൽ നേതൃത്വം നൽകി. റിയാദിലെ ഇന്ത്യൻ എംബസിയിലും ആഘോഷം നടന്നു. കുവൈറ്റിലെ ആഘോഷങ്ങൾക്ക് അംബാസിഡർ പരമിത ത്രിപാഠി നേതൃത്വം നൽകി. 2000-ലധികം ഇന്ത്യക്കാരാണ് ആഘോഷങ്ങൾക്കായി എംബസിയിലെത്തിയത്.
ബഹ്റൈനിലെ ആഘോഷങ്ങൾ നടന്നത് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ എംബസിയിലും വർണ്ണാഭമായി തന്നെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു. നിരവധി മലയാളികളടക്കം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കാളികളായി. To be honest, we are super proud because last time ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. I was missing India like anything because ഞങ്ങൾ എപ്പോഴും സ്റ്റേഡിയത്തിൽ പോകും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെ മാർച്ച് ഫാസ്റ്റും അത് ഇത്, പിന്നെ സ്കൂളിലും കുറേ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജോബിന് ഇതിനൊക്കെ വരുമ്പോൾ ലൈക്ക് ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ we have one community, we have our people, and when we got to know okay something is happening in consulate, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ we felt so happy because ഇവിടെ ഞങ്ങൾ മാത്രമായിട്ടല്ല, ഇവിടെ മഹാരാഷ്ട്ര ഉണ്ട്, കർണാടക ഉണ്ട്, കേരള ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, and we feel so super proud. இதில் வந்து பயங்கர இதில் கலந்துக்கிறதுல எங்களுக்கு பயங்கர ஹாப்பி, நல்ல ஹாப்பி, ரொம்ப சந்தோஷம். எப்படி இருக்கு? ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா நம்ம இந்தியாவிலேருந்து வந்துட்டு இங்கே இந்த மாதிரி இது பண்ணுறது வந்து வி ப்ரவுட் டு பி இண்டியன்ஸ் ஃப்ரம் ஹியர். ரொம்ப சந்தோஷமாக இருக்குது. எனக்கு ரொம்ப ப்ரௌடாக இருக்குது இங்கே வந்து பார்ட்டிசிபேட் பண்ணுறதுக்கு. அது மட்டும் இல்லாமல் யூஏயில் இருக்கிறது வந்து ரொம்ப நல்லது. அது நான் இங்கே தான் படிச்சுட்ருக்கேன். ஸோ இந்தியாவிலேருந்து வந்து இங்கே இருக்கும்போது ரொம்ப ப்ரௌடாக இருக்குது. ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പം യു എ അതിൻ്റെ കൂടെ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ദേ ആർ നോട്ട് ഫീലിംഗ് എസ് ലൈക്ക് നമ്മൾ മറ്റൊരു രാജ്യത്താണെന്നുള്ളൊരു ഫീലല്ല. അവർ ദേ ആർ മേക്കിംഗ് ഇറ്റ് എ മിനി ഇന്ത്യ, ഇതൊരു മിനി ഇന്ത്യ ഒക്കെയാണ്. അപ്പോൾ അതുപോലെ ഈ ആഘോഷങ്ങളിൽ അവരും പങ്കെടുക്കുന്നു. ഇപ്പോൾ ബുർജ് ഖലീഫയിലൊക്കെ ഫ്ലാഗ് വരുന്ന രീതിയിലൊക്കെ. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇന്ത്യൻ ആവുന്നതിൽ. വി ആർ ആക്ച്വലി മേക്കിംഗ് എസ് പ്രൗഡ് ടു ബി എ ഇന്ത്യൻ ഇൻ യു എ. നമ്മുടെ രാജ്യത്തു നിന്ന് മാറി പല കാര്യങ്ങളായിട്ട് ഒരുപാട് കാലങ്ങൾ മാറി നിൽക്കുന്നു. നാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കുന്നില്ല. അതെല്ലാം വെച്ച് നോക്കുമ്പം നമ്മൾ ഇന്ത്യക്കാരോട് ഒത്തുചേർന്ന് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. നമ്മളൊരു ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഫീലാണ്, നമ്മൾ ഇന്ത്യക്കാരോട് ചേർന്നിട്ടുള്ള ഒരു കൂടിച്ചേരലിന്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ആഘോഷം ഏറ്റവും നല്ല ഒരു സന്തോഷം നൽകുന്ന ദിവസമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇപ്പൊ എവിടെ ചെന്നാലും ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനം തന്നെയാണ്. അപ്പോൾ നമ്മളിത് 80ന്റെ നിറവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഭിമാനമുണ്ട് ഇന്ന് ഈ ഒരു സമയത്ത് ഇവിടെ വന്നതിൽ ഇവരൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് പാലക്കാട് തൃത്താല സ്വദേശി MK ഷബിനയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ 18th ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ സ്കൂളിലൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടെന്നെങ്കിലും ആദ്യമായിട്ട് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. വിവിധ മലയാളി സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുപ്പത്തിയേഴ് ദിവസത്തിനു ശേഷം
കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 6:20 UAE-യിൽ താമസിക്കുന്നവരുടെ മൊബൈലിൽ വീണ്ടും ആ സൈറൻ മുഴങ്ങി. രാജ്യം മിസൈൽ ആക്രമണം നേരിടുന്നു. എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തങ്ങുക. 10 മിനിറ്റപ്പുറം സ്ഥിതിഗതികൾ ശാന്തമായെന്ന് കാട്ടി അലേർട്ട് മെസ്സേജ് വീണ്ടും വന്നു. പിന്നാലെ UAE പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. 2 മിസൈലുകൾ ഇറാനിൽ നിന്ന് രാജ്യത്തെ ലക്ഷ്യമാക്കിയെത്തി. എന്നാൽ ഇവ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞു. 2ഉം കടലിലാണ് പതിച്ചത്. അത് കഴിഞ്ഞ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്ന അറിയിപ്പാണ് ആദ്യത്തേതിനേക്കാൾ ഞെട്ടലുണ്ടാക്കിയത്. UAE ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കുന്നു. ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനുമായി ഒരു വാണിജ്യ ബന്ധവുമില്ല. യുദ്ധവും സമാധാനവും ഇല്ലാത്ത സാഹചര്യം ശരിയല്ലെന്നായിരുന്നു UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സമാധാനത്തിന്റെ പാത കൈവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുകയെന്ന തന്ത്രമാണ് UAE പയറ്റുന്നത്. ദുബായ് ഇറാന്റെ ഏറ്റവും വലിയ റീ എക്സ്പോർട്ട് ഹബ്ബാണ്. ജബൽ അലി ഫ്രീ സോണിലെ 100 കണക്കിന് ഇറാനിയൻ കമ്പനികൾ എല്ലാ ആഴ്ചയും ബന്ദർ അബ്ബാസിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകൾ, UAE ബാങ്കുകളിലെ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഫണ്ടുകൾ, ഇതെല്ലാം നിർത്തുന്നത് ഇറാനിയൻ ഭരണകൂടത്തിന് കനത്ത സാമ്പത്തിക പ്രഹരമാണ്. UAE ബാങ്കുകളിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ വിട്ടു നൽകരുത് എന്ന തീരുമാനവും സമ്മർദ്ദത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. വാണിജ്യബന്ധം നിർത്തുക എന്നത് ശത്രുതയല്ല, മറിച്ച് ആത്മരക്ഷയാണെന്നാണ് UAE വിലയിരുത്തുന്നത്. നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഞങ്ങളുടെ പരമാധികാരവും താൽപ്പര്യവും സംരക്ഷിക്കും. അതേസമയം സംഭാഷണത്തിൻ്റെ പാത തുടരും. ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പിന്നീട് തങ്ങൾക്കിത് നേട്ടമായി മാറുമെന്ന് UAE കരുതുന്നു. UAE-യെ തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ വാദം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സാമ്പത്തിക ബന്ധം അവസാനിപ്പിക്കാനുള്ള UAE-യുടെ നീക്കം അമേരിക്കയുടെ ഇടപെടൽ മൂലമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ദുബായ് വഴിയുള്ള റീ എക്സ്പോർട്ട് നിർത്തിയാൽ നഷ്ടം UAE-ക്കാണ്. ഒമാനും ഖത്തറും വഴി തങ്ങൾ വ്യാപാരം നടത്തും. അതേസമയം ഇറാന് മേൽ കടുത്ത സാമ്പത്തിക ആഘാതമുണ്ടാകുമെന്നും ഹോർമുസ് നിയന്ത്രണം ഏറ്റെടുത്തതായും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. Very draconian sanctions, and we'll see what happens. Right now the strait is open. A lot of boats are coming through. People aren't reporting that, and that may slow down a little bit at some point, but right now a lot of boats are coming through. The naval blockade has been extremely effective. Literally, while it's up, and it's been for quite a while, except for a couple of little pauses where we opened it purposely with a deal, but the deal didn't terminate. The deal didn't turn out to be what they said. When they tell us one thing and they do another. But the blockade has been 100% successful. No boats have gotten into Iran, but they are getting in for other places. But we'll see. We're going to see what happens. It'll either be extremely good and oil prices are going to drop like a rock, or we'll continue to do exactly what we're doing. They were talking about $350 a barrel, and it's today 84, 85. And we are getting a lot of oil out. But the other thing that's happened is people have found other alternatives, which they never thought about. Texas, Alaska, Louisiana, and other places. In addition, a lot of pipelines, record numbers of pipelines are being built. So I think the Hormuz Strait's not going to be quite as important as it was in the past. ഇറാൻ അമേരിക്ക മധ്യസ്ഥ ശ്രമം ഏതാണ്ട് സ്തംഭിച്ച മട്ടിലാണെന്നാണ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ പ്രതികരണം. ഇറാൻ ചർച്ചയ്ക്കായി യാചിക്കുന്നു. നിലവിൽ ഒരു ചർച്ചയുമില്ല. പുതിയ ചർച്ചകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുമില്ല. ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ജൂണിലെ ഇടക്കാല കരാർ ലംഘിക്കപ്പെടുന്നിടത്തോളം കാലം ചർച്ചയുണ്ടാകില്ല.
ഇടനിലക്കാർ വഴി മാത്രമാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും വ്യക്തമാക്കി. ജൂൺ 17 ഇടക്കാല കരാർ അവസാനിച്ചിട്ടുണ്ട്. ഇത് പുതുക്കാൻ അമേരിക്ക വിസമ്മതിച്ചു. ഇറാൻ മുന്നോട്ട് വെച്ച 6 നിബന്ധനകൾ പാലിക്കാത്തിടത്തോളം ഹോർമുസ് അടഞ്ഞുകിടക്കുമെന്ന് അവർ പറയുന്നു. ഒമാനും ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നയതന്ത്രത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പ്രതിരോധത്തിൽ നിന്ന് പൂർണ്ണമായും ആക്രമണ നിലയിലേക്ക് മാറുകയാണെന്നും ചില ഇറാൻ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഒറ്റപ്പെടുത്തലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നടപടികൾ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തിരിച്ചടിച്ചിട്ടുമുണ്ട്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വാതിലിന് എന്നേക്കുമായി പൂട്ടുവീഴുമോ എന്ന ആശങ്കയിലാണ് ലോകമുള്ളത്. പ്രവാസികൾ ഏറെ കാത്തിരുന്ന അവധിക്കാലമായിരുന്നു ഇത്തവണത്തേത്. മേഖലയിലെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഫെബ്രുവരി മുതൽ നാട്ടിൽ പോയിരുന്നില്ല. 2 ഈദ് അവധിക്കും ഗൾഫിൽ തന്നെ തങ്ങിയവരാണ് അധികം പേരും. എന്നാൽ ഈ അവധിക്കാലം എത്തിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ധാരാളമായി നാട്ടിലേക്ക് പോയി. അവധിക്കാലം കഴിഞ്ഞ് UAEയിലേക്ക് മടങ്ങിയെത്തുന്ന പൗരന്മാരെയും താമസക്കാരെയും സന്ദർശകരെയും സ്വീകരിക്കാൻ ദുബായ് വിമാനത്താവളങ്ങൾ പൂർണ്ണ സജ്ജമായതായി GDRFA ദുബായ് വ്യക്തമാക്കി. യാത്രാ നടപടികൾ കൂടുതൽ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് മികച്ച അനുഭവം ഉറപ്പാക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് UAEയിലുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിലെ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കുകയും സാങ്കേതിക സഹായ സംഘങ്ങളെ ഏർപ്പെടുത്തുകയും സ്മാർട്ട് ഗേറ്റുകളുടെ പരമാവധി ശേഷി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖം തിരിച്ചറിയൽ, ബയോമെട്രിക് സാങ്കേതികവിദ്യ എന്നിവയുടെ സഹായത്തോടെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ പാസ്പോർട്ട് പരിശോധന പൂർത്തിയാക്കാൻ സ്മാർട്ട് ഗേറ്റുകളിലൂടെ സാധിക്കും. ഇതുവഴി യാത്രക്കാർക്ക് പൂർണ്ണമായും കോണ്ടാക്ട്ലെസ് യാത്രാനുഭവമാണ് ലഭിക്കുക. പ്രത്യേക ആഗമന ചാനലുകളും ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട്. ദുബായിയുടെ സവിശേഷമായ ആതിഥേയത്വവും ഊഷ്മളമായ സ്വീകരണവും വിമാനത്താവളത്തിലെത്തുന്ന നിമിഷം മുതൽ യാത്രക്കാർക്ക് അനുഭവപ്പെടുന്ന തരത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടും ഉന്നത നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളും ലോകോത്തര യാത്രാനുഭവമായി യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരുക്കങ്ങൾ. ഭാവിയുടെ നഗരമെന്ന നിലയിലും താമസിക്കാനും സന്ദർശിക്കാനും ഏറ്റവും ആകർഷകമായ ഇടങ്ങളിലൊന്നെന്ന നിലയിലും ദുബായിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദുബായ് വിമാനത്താവളങ്ങളിലെ പാസ്പോർട്ട് പരിശോധന ഉദ്യോഗസ്ഥരുടെയും ഫീൽഡ് സംഘങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അധികൃതർ അഭിനന്ദിച്ചു. അതിർത്തി പരിശോധനയെ കൂടുതൽ ആതിഥേയത്വപരമാക്കുന്ന ബോർഡർ ഹോസ്പിറ്റാലിറ്റി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ UAEയിലുടനീളം നടക്കുന്നുണ്ട്. ദുബായിയുടെ പ്രശസ്തമായ ആതിഥേയത്വത്തിൻ്റെയും ഊഷ്മളമായ സ്വീകരണത്തിൻ്റെയും അംബാസഡർമാരായി പ്രവർത്തിക്കാൻ പാസ്പോർട്ട് പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം GDRFA നൽകുന്നുണ്ട്. വിമാനത്താവളങ്ങളിലെ അതിർത്തി പരിശോധനാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച മാതൃകകൾ സ്വീകരിച്ചു വരികയാണ്.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എയർലൈനുകൾ യാത്രക്കാർക്ക് നൽകുന്ന പണി ചില്ലറയൊന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി വിമാനങ്ങൾ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് ക്യാൻസൽ ചെയ്തു. വിമാനത്തിനകത്ത് യാത്രക്കാരെ ഇരുത്തിയ ശേഷം മണിക്കൂറുകളോളം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട സർവീസുകളും ഒരുപാടുണ്ടായി. After 4 hours, 5 hours, then only you will get what we open. People dying. You cannot just give us some cuisine and Do you have a plan to supply some food? Ask them to bring some food. Ask them to bring some good food. What do you people are planning to? For another 6 hours, you want us to sit inside like this? No, what I'm asking is, you arrange some food, ask them to bring it to the cockpit, to bring it to the passengers, yeah. Yeah, I'll talk to them. Make it fast, yeah. Just a croissant is not going to work. A croissant and a cup of water is not going to work. Ask the captain to speak to the passengers. This is not how it works. Or you just... ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്ന പതിവ് രീതിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷ എല്ലാ അവധിക്കാലത്തും ഉണ്ടാകുമെങ്കിലും ഒന്നും കാര്യമായി ഫലം കാണാറില്ല. വേനലവധിക്കു ശേഷം ഗൾഫിലേക്ക് മടങ്ങുന്ന പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ പീപ്പിൾസ് കൾച്ചറൽ ഫോറം ദുബായ് എമിറേറ്റ്സ് കമ്മിറ്റി രംഗത്തെത്തി. സാധാരണ നിരക്കിൻ്റെ 4-5 ഇരട്ടി വരെ ഈടാക്കുന്നത് പ്രവാസി കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സീസണിലെ അമിത നിരക്ക് തടയാൻ വ്യോമയാന മന്ത്രാലയം ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും തിരക്കുള്ള സെക്ടറിൽ ചാർട്ടേഡ് സർവീസുകൾ പരിഗണിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. അതിനിടെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വൻ ഓഫറുമായി അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് രംഗത്തെത്തി. നിശ്ചിത ട്രാവൽ പങ്കാളികൾ വഴി അബുദാബിയിലേക്ക് ഹോളിഡേ പാക്കേജ് ബുക്ക് ചെയ്യുന്ന യോഗ്യരായ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് UAE എൻട്രി വിസ സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഈ ഓഫർ ലഭിക്കുക. ആദ്യഘട്ടത്തിൽ പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി 20,000 വിസകൾക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മാത്രമാണ് ഓഫർ ലഭിക്കുക. വിസ ലഭിക്കുന്നവർ 3 ദിവസം അബുദാബിയിൽ നിർബന്ധമായും താമസിക്കണം. വ്യക്തിഗതമായി അപേക്ഷിക്കുന്നവർക്ക് ഈ ഓഫർ ലഭിക്കില്ല. അംഗീകൃത ട്രാവൽ പങ്കാളികൾ വഴി ബുക്ക് ചെയ്യുന്ന പാക്കേജുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക. അംഗീകൃത ട്രാവൽ ഏജന്റുമാരുടെ പട്ടികയും അബുദാബി ടൂറിസം വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വരുന്ന എൻട്രി വിസ തുക പൂർണ്ണമായും അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പാണ് വഹിക്കുന്നത്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.